നമസ്കാരം. ആഹ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ, ഇറാൻ, യുഎസ് വാർ തുടങ്ങിയ പിന്നെ വാറെന്ന് പറയുന്നില്ല. എന്നാൽ സംഘർഷം തുടങ്ങിയ പിന്നെ നമുക്ക് ഒരുപാട് പക്ഷങ്ങൾ കേൾക്കാം. ഇസ്രായേലിന്റെ പക്ഷം കേൾക്കാം, യുഎസിന്റെ പക്ഷം കേൾക്കാം, ഇറാന്റെ പക്ഷം കേൾക്കാം. അപ്പം ഏതിന്റെ ഭാഗത്താണ് ശരി? എന്തെന്ത് ചെയ്യണമായിരുന്നു? ഇന്ത്യ എന്ത് ചെയ്യണമായിരുന്നു? ഒരുപാട് പക്ഷങ്ങൾ കേൾക്കാം. അപ്പോൾ ഈ പക്ഷങ്ങളൊക്കെ എടുത്ത് മാറ്റി നിർത്തിയിട്ട് ജസ്റ്റ് ഇസ്രായേലിന്റെയും ഇറാന്റെയും മൊത്തത്തിലുള്ള ഇന്ന് വരെയുള്ള ഒരു കഥ നമുക്ക് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇസ്രായേലിന്റെ ഫോർമേഷൻ നമുക്ക് കഥ പറഞ്ഞുതരാം. കാരണം അതിന് അവിടെ തൊട്ട് അതിന്റെ കാരണങ്ങളുണ്ട്. ഇപ്പം വേൾഡ് വാർ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. വേൾഡ് വാർ 1ന്റെ സമയത്ത് ഇസ്രായേൽ/പാലസ്തീൻ മിക്ക അറബ് രാജ്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ വേൾഡ് വാർ 1ന്റെ സമയത്ത് ഓൾമോസ്റ്റ് അതിന്റെ ബലം മൊത്തം ക്ഷയിച്ചതിന്റെ അവസാന കാലഘട്ടമായിരുന്നു. അതിനുള്ളിൽ ഒരുപാട് വിപ്ലവങ്ങളും ആഹ് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. വേൾഡ് വാർ 1ന്റെ സമയത്ത് ഓട്ടോമൻ സാമ്രാജ്യം ജർമ്മനിയുടെ കൂടെയാണ് നിന്നത്. അതായത് യുഎസിന്റെയും യുഎസ്എസ്ആറിന്റെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ എതിരാണ്. വേൾഡ് വാർ 1 എന്തുകൊണ്ട് നടന്നുള്ളതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇത്രയും വിചാരിച്ചാൽ മതി. ഓട്ടോമൻ എംപയർ അതിന്റെ കൂടെ നിന്ന്. അപ്പോൾ ഈ വേൾഡ് വാർ 1 കഴിഞ്ഞപ്പോഴത്തേക്കും ജർമ്മനി തോറ്റു. അതോടുകൂടി ഓട്ടോമൻ സാമ്രാജ്യം മൊത്തത്തിൽ തന്നെ ഇല്ലാണ്ടായി. അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും, പ്രത്യേകിച്ച് ബ്രിട്ടൻ പണ്ട് തൊട്ടേ ഈ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നൊരു ശീലമുണ്ട്. അപ്പം ബ്രിട്ടൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പലർക്കായിട്ട് പല സമയത്തായിട്ട് പല ഒഫീഷ്യൽ പ്രോമിസസ് കൊടുത്തു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ മെക്കയുടെ ഷെരീഫായിരുന്ന ഹുസൈൻ ബിൻ അലി എന്ന് പറഞ്ഞ ആളുമായിട്ടൊരു കറസ്പോണ്ടൻസ് ഉണ്ട്. മിക്മാൻ ഹുസൈൻ കറസ്പോണ്ടൻസ് എന്ന് പറയും. അതിൽ അവർക്കൊരു വാഗ്ദാനം കൊടുത്തു. അത് അറബ് ജനതയ്ക്ക് ഓട്ടോമൻ സാമ്രാജ്യം വീണ് കഴിയുമ്പോൾ, അതായത് യുദ്ധം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു നേഷൻ ഗ്രാൻഡ് ചെയ്യും. അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അന്നുണ്ടായിരുന്ന സിറിയ, ലെബനോൻ, ജോർഡൻ, ഇസ്രായേൽ, പാലസ്തീൻ, ഇറാഖ്, സൗദി അറേബ്യയുടെ വലിയ ഭാഗം ഇതൊക്കെ ചേർന്നൊരു ഭൂമി അവർക്ക് നേഷനായിട്ട് കൊടുക്കാവുന്നൊരു വാക്ക് കൊടുത്തു. അങ്ങനെ ഹിക്മാൻ ഹുസൈൻ കറസ്പോണ്ടൻസ് പറയുന്ന കാര്യം ഒരു സീരീസ് ഓഫ് ലെറ്റേഴ്സ് ആണ് കറസ്പോണ്ടൻസ് പറയുന്നത്. അതേസമയം ബെൽഫോർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടൻ ജൂത ജനതയ്ക്ക് അന്ന് തന്നെ ജൂയിഷ് പീപ്പിൾ ഒരുപാട് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നത്. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരം സ്റ്റീരിയോടൈപ്പ് കേട്ടിട്ടുണ്ടാവും. ഈ മറ്റേ ഡിഗ്ലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഡാർക്ക് ജോക്സിലൊക്കെ കാണാം. ഈ ജ്യൂസ് കടം കൊടുത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വട്ടിപ്പലിശയായിട്ട് നമ്മൾ പറയുന്ന പോലത്തെ ഒരു വെസ്റ്റേൺ ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ട്. ഈ സ്റ്റീരിയോടൈപ്പിന് കാരണം എന്ന് പറഞ്ഞാൽ ജൂയിഷ് ആൾക്കാർക്ക് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് ട്രേഡുകൾക്കൊന്നും വലിയ പെർമിഷൻ ഇല്ലായിരുന്നു. അത് ഈ ക്രൂസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ കൊന്ന ആയിട്ട് അങ്ങനെയുള്ള ആരോപണങ്ങൾ, അങ്ങനെ പല റിലീജിയസ് ആൻഡ് കൾച്ചറൽ റീസൺസ് കൊണ്ട് അവർക്ക് പല രീതിയിലുള്ള പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ഉപദ്രവിക്കപ്പെടുന്ന ഒരു ജനത നിലയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർക്ക് ഒരു സേഫ് ഹേവൻ ആയിട്ടൊരു നേഷൻ കൊടുക്കാമെന്നും ഈ പറഞ്ഞ ബെൽഫോർ ഡിക്ലറേഷൻ വഴി ബ്രിട്ടൻ ചെയ്തു. ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പിന്നെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലും മറ്റൊരു സീക്രട്ട് പാക്ട് ഉണ്ടായിരുന്നു. ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ലാൻഡ് അങ്ങോട്ടേക്ക് തിരിച്ചെടുക്കാവുന്നത്. എനിവേസ് 1918 യുദ്ധം കഴിഞ്ഞപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്നു. ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കിയ മാൻഡേറ്റ് ഫോർ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു, പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ലാൻഡിന്റെ പേരാണ്. മാൻഡേറ്റ് ഫോർ പാലസ്തീൻ എന്ന പേരിൽ ഒരു കോൺട്രാക്ട് പോലത്തെ സാധനം ഉണ്ടാവുന്നു. അത് പ്രകാരമുള്ള പാലസ്തീൻ, അതായത് മാൻഡേറ്ററി പാലസ്തീൻ എന്ന് പറഞ്ഞ പീസ് ഓഫ് ലാൻഡ് ബ്രിട്ടൻ ഓക്യുപ്പൈ ചെയ്തു. അന്ന് പാലസ്തീൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അറബ് പാലസ്തീൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, പിന്നെ ചെറുതായിട്ട് വളർന്നു വരുന്ന ഒരു ചെറിയ ജൂയിഷ് ജനത, കുറച്ച് ക്രിസ്ത്യൻസ്, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധം കഴിഞ്ഞ 1920-30 ആയപ്പോഴത്തേക്കും അതൊക്കെ ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കൽ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെയും ജൂതന്മാർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. അതും കൂടെ കൂടിയപ്പോഴത്തേക്കും പിന്നെ പതുക്കെ ഈ പാലസ്തീൻ ലാൻഡിലേക്കുള്ള ജൂയിഷ് മൈഗ്രേഷൻ കൂടി. അവർക്ക് വാക്ക് കൊടുക്കപ്പെട്ട ലാൻഡാണ്. പിന്നെ റിലീജിയസ്ലി അവരുടെ പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അറബ് പാലസ്തീൻസിന് ഈ കോൺട്രാക്ടിന്റെ കാര്യം ഒന്നും അറിയണ്ടായിരുന്നില്ല. അവരുടെ നാട്ടിലേക്ക് മറ്റൊരു ഗ്രൂപ്പ് പെട്ടെന്ന് വന്ന് അധിവസിക്കുകയാണ്. ബ്രിട്ടൻ അതിനെപ്പറ്റി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പതുക്കെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് കൂടി തുടങ്ങി. അപ്പോൾ അങ്ങനെ കൂടി തുടങ്ങിയത് പറഞ്ഞുകൊണ്ടിരുന്നു. ബ്രിട്ടൻ അത് കൺട്രോൾ ചെയ്യുന്നില്ല, അവരത്രയ്ക്ക് ബോധർ ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ വേൾഡ് വാർ 2 1939 തൊട്ട് 45 വരെ വേൾഡ് വാർ 2 സംഭവിച്ചു. അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടൻ തളർന്നു പറഞ്ഞ് 45 ആയപ്പോഴത്തേക്കും ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ പോയി യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തു. അപ്പം 45 ആയപ്പോഴത്തേക്കും അവരുടെ യുഎൻ്റെ കയ്യിലേക്ക്
ഇതാ നിങ്ങൾ വെച്ചോളൂ, ഈ ലോകത്തിനകത്ത് വലിയ പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ കടബാധ്യതകളും ഇതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് യുവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ബ്രിട്ടൻ സ്ഥലം വിട്ടു. ഇത് തന്നെയാണ് ശരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നടന്നത്. അത് യുവൻ്റെ കയ്യിലല്ല ഏൽപ്പിച്ചത്, നമ്മുടെ തന്നെ ആൾക്കാരുടെ ഏൽപ്പിച്ചത് നമുക്ക് വ്യത്യാസമുള്ളൂ. അതിനെപ്പറ്റി ഇന്ത്യൻ സ്ട്രഗിളിൻ്റെ ഒരു ഹിസ്റ്ററി വേറെ പറയാം. അപ്പോൾ 45 അവർ പോയി. അപ്പോൾ യുഎന്നെ സംബന്ധിച്ച് അന്ന് ബ്രിട്ടൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന അതേ ഒരു സംഘർഷം യുഎൻ്റെ ഉള്ളിലുണ്ടായി. അതായത് എങ്ങനെ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് ഇവരെ സമാധാനിപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുത്ത് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ യുഎൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടീഷനായിരുന്നു. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ 55% ആ ലാൻഡ് ഇസ്രായേലിലും 45% അറബ് പാലസ്തീൻ ജനതയ്ക്ക് കൊടുക്കുക എന്ന് പറയും. എന്നിട്ട് ജെറുസലേം എന്ന് പറയുന്ന സിറ്റി ഒരു ഇൻഡിപെൻഡൻറ്റ് സിറ്റി ആയിട്ട് യുഎൻ്റെ അധീനതയിൽ, അത് രണ്ട് ഭാഗത്തും വരാതെ കൊടുക്കാമെന്നുള്ളതായിരുന്നു യുഎൻ പാർട്ടീഷൻ. അതായത് റെസൊല്യൂഷൻ 180 ആണെന്നാണ് പറയുന്നത്. ഇത് ജൂത സമൂഹം അംഗീകരിച്ചു. ജ്യൂസിന് അത് ഓക്കെ ആയിരുന്നു. അറബ്സിന് അത് പറ്റത്തില്ല. ആ ഒരു അഭിപ്രായ വ്യത്യാസം പതുക്കെ ഒരു സിവിൽ വാറിലേക്ക് പോയി. ആ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1948 ആവുന്നു. 48 ആയപ്പോഴത്തേക്ക് ഈ നേരത്തെ പറഞ്ഞ മാൻഡേറ്റ് ഫോർ പാലസ്തീൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് എക്സ്പയർ ആയി. പിന്നെ ബ്രിട്ടൻ അതിൽ ഒരു ലീഗൽ അഭിപ്രായമൊന്നുമില്ല. മെയ് 14, 1948 ഇസ്രായേൽ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഞങ്ങളൊരു റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നത്. 11 മിനിറ്റുകൾക്കുള്ളിൽ ട്രൂമൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ, അതായത് മെയ് 15 രാവിലെ 5 അറബ് ആർമീസ് എന്ന് പറഞ്ഞാൽ ലെബനോൺ, ഈജിപ്റ്റ്, ജോർഡൻ, സിറിയ, ഇറാഖ്, ഇത്രയും പേര് അന്ന് പുതിയതായിട്ട് ഫോം ചെയ്ത ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. ഓൾറെഡി ആ ലാൻഡിനുള്ളിൽ അറബ് പോപ്പുലേഷൻ്റെ ഒരു ഇതുണ്ട്. അതിന് പുറമെയാണ് ഈ 5 ആർമീസിനെ അറ്റാക്ക്. എല്ലാ മിലിറ്ററി പ്രൊഡിക്ഷൻസ് വെച്ച് നോക്കിയാലും ഒരു കാരണവശാലും ഇസ്രായേൽ സർവൈവ് ചെയ്യില്ല. പക്ഷേ ജയിച്ചു എന്ന് പറയാൻ കാര്യം യുദ്ധത്തിൽ ജയം തോൽവിയൊന്നും ഇല്ലെന്ന് പറയാമെന്ന് പറഞ്ഞാലും ജയിച്ചു എന്ന് പറയാൻ നേരത്തെ പറഞ്ഞില്ല 55% ഒരു ലാൻഡ് ഇസ്രായേൽ എന്നുള്ളത്. അതൊക്കെ വിട്ട് യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് വലുതായി. ഇസ്രായേൽ ആ വാർ ശരിക്കും ജയിക്കുകയല്ലേ, കുറച്ചുകൂടെ ലാൻഡ് കോൺകർ ചെയ്ത് ജയിക്കുകയല്ലേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ അമേരിക്കയ്ക്കും ഓക്കെ, ഇത് ഈ യുദ്ധത്തിലൊന്നും അവർ പങ്കെടുത്തില്ല, അമേരിക്കയുടെ സപ്പോർട്ടൊന്നുമില്ല, ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഓക്കെ ദിസ് ഇസ് എ ഗുഡ് ആലായി എന്നുള്ള സംഭവം അവിടെ നിന്ന് തുടങ്ങിയതാണ്. അമേരിക്ക ഇസ്രായേൽ ഒരു എന്താ പറയുക സ്ട്രാറ്റജിക് അലയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇസ്രായേലിൻ്റെ ഫോർമേഷൻ സ്റ്റോറി. ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി ഇറാനിലേക്ക് പോവാം. അപ്പോൾ ഇറാനിലെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് സൈറസ് ദ ഗ്രേറ്റിൻ്റെ ആർക്കമിനേഡ് തൊട്ട് ഒരുപാട് ഡൈനാസ്റ്റീസ്, അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ മാറി മാറി ഭരിച്ച ഒരു നാടാണ്. ആക്ച്വലി ഇവിടുത്തെ ഹിന്ദുസത്തിൻ്റെ റൂട്ട്സ് പോലും അവിടെ അങ്ങോട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. സാൻസ്ക്രിറ്റും അവിടുത്തെ അവസ്ഥയും ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളത്, ഒരേ മദർ ലാംഗ്വേജിൽ നിന്ന് വന്നതെന്നൊക്കെ ഒരു വലിയ ഹിസ്റ്ററി ഉള്ള രാജ്യമാണ്. ഇപ്പം പൂർണ്ണമായിട്ട് സിവിലൈസേഷൻ ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല. നമുക്ക് വേൾഡ് വാർസ് തൊട്ട് തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 2 വേൾഡ് വാറിൻ്റെ സമയത്തും പാലവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പഹ്ലവി, ചെല്ലവി, ആ ഡൈനസ്റ്റിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. റേസ ഷാ എന്ന് പറഞ്ഞ അന്നത്തെ രാജാവെന്ന് പറയാമെന്ന് എനിക്കറിയില്ല, ഷാ. അദ്ദേഹം വേൾഡ് വാർ 2 സമയത്ത് 1939 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ന്യൂട്രൽ പൊസിഷനാണ് എടുത്തത്. പക്ഷേ അതിലും ഈ USSR ബ്രിട്ടൻ സൈഡ് ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിൽ അപ്പോഴും ജർമ്മനി ഉണ്ടായിരുന്നു. പാർട്ട്നേഴ്സിലെ വ്യത്യാസമുള്ളൂ. ഇപ്പം ഇറാനെ സംബന്ധിച്ച് അന്ന് ജർമ്മൻ ഒരു കൈൻഡ് ഓഫ് എൻ ആലൈ ആയിരുന്നു. കാരണം ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ആ നാട്ടിലുണ്ട്. അപ്പം ഒരു ബാലൻസിങ് എന്ന പോലെക്ക് ജർമ്മനിയായിട്ട് നല്ല ടേംസിലായിരുന്നു ഇറാൻ. അപ്പോൾ അതൊരു റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് USSRും ബ്രിട്ടനും കൂടെ ഇറാനെ ഇൻവേഡ് ചെയ്ത് രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്നൊന്നുമല്ല. അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗത്തിൻ്റെ നോർത്തിൻ്റെ കൺട്രോൾ റഷ്യയല്ല USSR, സോവിയറ്റ് യൂണിയനും, സൗത്ത് ഭാഗം ബ്രിട്ടനും ഒരു നോക്കി നടക്കാൻ തുടങ്ങി. അതൊക്കെ US അങ്ങോട്ടെത്തി. അങ്ങനെ ഈ 3 പാർട്ടീസും കൂടെ കുറച്ച് പ്രഷർ ചെയ്തിട്ടെന്നല്ല, ആദ്യം ഈ റേസ ഷായെ മാറ്റി അദ്ദേഹത്തിൻ്റെ മകനെ രാജാവാക്കി. അതാണ് പിന്നീടുള്ള ഹിസ്റ്ററികളിൽ USൻ്റെ പപ്പറ്റായിരുന്ന രാജാവെന്നറിയപ്പെടുന്ന ഷാ, മുഹമ്മദ് റേസ പല്ലവി. അപ്പോൾ അദ്ദേഹത്തിനെ രാജാവാക്കി അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ട്രീറ്റി ഒപ്പിടിച്ചു. അതായത് നമ്മൾ നിങ്ങളെ ഒക്യുപ്പൈ ചെയ്യാൻ വന്നതല്ല, നിങ്ങൾ ആലൈസാണ്. യുദ്ധം കഴിയുന്നതോടുകൂടി 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ രാജ്യം വിട്ടു പോയിക്കോളാം എന്നുള്ളൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ അന്ന് തന്നെ ആ സമയത്ത് അധികാരത്തിൽ കയറിയ വലിയ പരിധിയില്ലാത്ത അയാൾക്ക് കൂടുതൽ വോയിസ് ഇല്ല അവിടെ. യുദ്ധം കഴിഞ്ഞ് അമേരിക്കയും ബ്രിട്ടനും 45 തന്നെ സ്ഥലം വിട്ടു. സോവിയറ്റ് യൂണിയൻ ആരാ ഭരിക്കുന്നത്? പുള്ളിക്ക് പോകാൻ പറ്റത്തില്ല, പോകുന്നില്ല. പുള്ളിയെ സംബന്ധിച്ച് അവിടെ ഒരു ചെറിയ ഓയിൽ കൺസെഷനൊക്കെ നേടാം. ഇറാൻ്റെ ഓയിൽ സപ്ലൈ ഭയങ്കര വലുതാണ്. അന്നത് ബ്രിട്ടൻ്റെ കയ്യിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ അമേരിക്ക ഓൾറെഡി വിട്ടു കഴിഞ്ഞല്ലോ. അപ്പം അന്നും ട്രൂമൻ ഇതുപോലെ ആദ്യം ഒരു വാർണിംഗ് റഷ്യക്ക് കൊടുത്തു, നിങ്ങളോട് മാറിയില്ലെങ്കിൽ നിങ്ങൾ മിലിറ്ററി ആയിട്ട് മൂവ് ചെയ്യും എന്ന് പറയാം. അതേസമയം ഷായുടെ പ്രൈം മിനിസ്റ്റർ, അന്നത്തെ ഇറാനിയൻ പ്രൈം മിനിസ്റ്റർ മോസ്കോയിൽ പോയി സ്റ്റാലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ ഡീല് നമുക്ക് സൈൻ ചെയ്യാവുന്ന വഴിയേക്ക് സംസാരിച്ചു. അപ്പം ഈ മിലിറ്ററി പ്രഷറും ഇതും കൂടെ ഓഫറും കിട്ടിയപ്പോഴത്തേക്കും ഒക്കെ ബുദ്ധിമുട്ടില്ലാവുന്ന രീതിക്ക് സ്റ്റാലിൻ അത് വഴങ്ങി വരുമ്പോഴത്തേക്കും ഈ അന്ന് നോർത്ത് ഭാഗമാണ് സോവിയറ്റ് കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ നോർത്ത് ഭാഗത്തെ അവരുടെ ഓക്യുപ്പൈഡ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഷാ തിരിച്ചു പിടിച്ചു. എന്നിട്ട് പാർലമെന്റ് കൂടിയിട്ട് എന്നിട്ട് റഷ്യക്ക് കൊടുക്കാമെന്ന് പറയുന്ന ഡീല് അവർ ക്യാൻസൽ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ടുള്ള ഒരു ചെറിയ സന്ധി അവർക്ക് ഷായ്ക്ക് ഉണ്ടായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയനോട് അതുപോലെ തന്നെയുള്ളൊരു ഡിസ്ട്രസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡിപ്പെൻഡൻസ് അമേരിക്കയിലേക്ക് വന്നത്. അപ്പം പുള്ളി വളരെ ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് പുള്ളി വർക്ക് ചെയ്തത്. 1951 ആയപ്പോഴത്തേക്കും മുഹമ്മദ് മൊസാദക് എന്ന് പറഞ്ഞ ആൾ പ്രൈം മിനിസ്റ്ററായിട്ട് എലക്ട് ചെയ്തത്. അതിൻ്റെ അവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻ്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ മോണാർക്ക് റേസ, അതാണ് സ്ട്രക്ചർ. അപ്പം ഈ പ്രൈം മിനിസ്റ്റർ വന്നു. പുള്ളിയുടെ മൊസാദകിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഓയിൽ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ പൂർണ്ണമായ കൺട്രോളാണ്. അല്ലെങ്കിൽ അന്ന് ഇറാന് വളരെ ചെറിയ ഒരു തുകയായിരിക്കും അതിൽ നിന്ന് ലാഭം കിട്ടുക, ലാഭവിഹിതം വളരെ ചെറുതായിരുന്നു. അപ്പം മൊസാദകിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഓയിൽ ഇൻഡസ്ട്രി നാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പുള്ളി അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബ്രിട്ടനും യു എസിനും എന്ന് പറഞ്ഞാൽ ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. അപ്പോൾ അവര് ഒരു പ്ലാൻ ചെയ്യുന്നു, അത് ഇയാളെ അധികാരത്തിൽ നിന്ന് കളയണം. അതിന് ഷായും കൂട്ടാണ്. കാരണം യു എസിനെ എതിർക്കുന്നതിൻ്റെ പേടി മാത്രമല്ല, ഷായുടെ പവേഴ്സും ഷായ്ക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ്സും അങ്ങനെ പല കാര്യങ്ങളിൽ മൊസാദക് ലിമിറ്റ്സ് തുടങ്ങി. അതായത് ആ ഒരു മോണാർക്കിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പാർലമെന്ററി ഭരണത്തിലേക്കുള്ള ഒരു ശ്രമത്തിലേക്ക് പുള്ളി പതുക്കെ നീക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ CIA-യും MI6 കൂടെ ചേർന്ന് ഓപ്പറേഷൻ എജാക്സ് എന്നുള്ള പേരിൽ, MI6 മറ്റൊരു പേരായിരുന്നു, CIA-യുടെ കോഡ് നെയിമാണ് ഓപ്പറേഷൻ എജാക്സ്. ഓപ്പറേഷൻ എജാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 1953 നടക്കുന്നത്. കുറേ ഒരു 4 സംഭവങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 15 CIA-യും MI6 കൂടെ ഒരു അവരുടെ പ്ലാനിൽ ഷാ ഒരു റോയൽ ഡിക്രി എഴുതി കൊടുക്കുന്നു, ഉത്തരവ് കൊടുക്കുന്നു. അതായത് തന്നെ പുറത്താക്കി വിട്ടോ എന്നുള്ള രീതിക്ക്. ഇത് കൊണ്ട് ആളുകൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മൊസാദക് ഓൾറെഡി അറിഞ്ഞു, ടിപ്പ് ഓഫ് കിട്ടി. ആ ന്യൂസ് കൊണ്ട് ചെന്നവരെയൊക്കെ പുള്ളി അറസ്റ്റ് ചെയ്ത് കിട്ടു. അപ്പോഴത്തേക്കും ഓൾറെഡി മൊസാദകിന് ഭയങ്കര ലോക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. വോട്ട് ചോദിച്ച ആളാണോ. പെട്ടെന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഷായ്ക്ക് എല്ലാ കോൺഫിഡൻസും പോയി, അദ്ദേഹം വിട്ടു. അദ്ദേഹം ഫ്ലൈറ്റ് പിടിച്ച് ഇറാഖിൽ നിന്ന് റോമിലേക്ക് യാത്ര ചെയ്തു. യാത്ര നല്ല ഒളിച്ചോടി. പക്ഷേ CIA-യും MI6 കേസ് വിട്ടില്ല. അവരെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 16 വേറെ പിറ്റേ ദിവസമാണ് ഷാ വിടുന്നത്. ഓഗസ്റ്റ് 19 3 ദിവസത്തിനുള്ളിൽ അവർ പെയ്ഡ് പ്രൊട്ടസ്റ്റുകളും, അതായത് ജനങ്ങൾക്കും അവിടുത്തെ ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ബ്ലാക്കിന് വിലക്കെടുക്കാൻ പറ്റുന്ന ആളുകളെ മൊത്തം ഓർഗനൈസ് ചെയ്ത് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുന്നു. ആ റെവല്യൂഷനിലൂടെ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയെ പിടിച്ച് സ്ഥാനഭ്രഷ്ടനാക്കി. ഷായെ വിളിച്ചു പറഞ്ഞു, എല്ലാം കഴിഞ്ഞ് പോരാൻ പറയുന്നു. അങ്ങനെ ഷായെ വീണ്ടും കൊണ്ട് അമേരിക്കയും ബ്രിട്ടനും കൂടെ പ്രവേശിച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇറാനിയൻ ജനത ഭയങ്കരമായിട്ട് ഇളകി. കാരണം നമ്മൾ ജനാധിപത്യമായിട്ട് തെരഞ്ഞെടുത്ത ഒരാളെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഇയാളെ കൊണ്ട് വെക്കാന്ന് പറഞ്ഞപ്പോൾ ഷായോട് ഈവൻ സ്നേഹം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പോലും വെറുപ്പായിക്കാണ്. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഷാ കുറച്ചുകൂടെ സ്ട്രോങ് ആയി, അതോറിറ്റേറിയൻ ആയി. അപ്പം അന്ന് ഇസ്രായേൽ പിന്നെ ഫോമായി 53 അപ്പം മൊസാദിൻ്റെ CIA-യുടെ ഒക്കെ ഇവിടെ സവാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ടൊരു സീക്രട്ട് പോലീസ് സർവീസ് ഉണ്ടാക്കുന്നു. പുള്ളിക്കെതിരെയുള്ള നീക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരെയും അടിച്ചമർത്തി ഭയങ്കര പ്രശ്നങ്ങളായി.
അങ്ങനെ 60s 70s പിന്നെ ആ മോഡേണൈസേഷൻ അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷൻ എന്നുള്ള ഇതിലേക്കുള്ള മൂവ്സ് തുടങ്ങി. അപ്പം ഇറാനിയൻ ചെയ്ത് ഒന്നാമതേ പുള്ളി ഇഷ്ടമല്ല. പിന്നെ യുഎസിനോടുള്ള വെറുപ്പ് എല്ലാം കൂടി പിന്നെ പുള്ളിയുടെ വെസ്റ്റേണൈസേഷൻ. അപ്പോൾ ഇന്ത്യയെ മറ്റൊരു യുഎസ് ആക്കാൻ ഇറാനിയൻ സ്വത്വം നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു വികാരത്തിൻ്റെ പുറത്ത് പല ഓർഗനൈസേഷൻസും ചേർന്ന് തന്നെയാണ് 1979 ഇറാനിയൻ റവല്യൂഷൻ നടക്കുന്നത്. ആ റവല്യൂഷനിൽ അന്നത്തെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന നേതാവാണ് ആയത്തുള്ള റൊഹുള്ള ഖൊമൈനി എന്ന് പറയുന്നത്. മരിച്ചുപോയ ഖൊമൈനി അല്ല, ഖൊമൈനി ആദ്യത്തെ ലീഡറാണ്. പുള്ളി ഒരു റവല്യൂഷണറി പ്രിൻസിപ്പിൾസും ഇസ്ലാമിക നിയമവും ശരീരം ഒരുമിച്ച് മിക്സ് ചെയ്ത ഒരു ഒരു എന്താ പറയുക മെസ്സേജ് ആയിരുന്നു പുള്ളിയുടേത്. ആ ഒരു മെസ്സേജ് വിളിച്ചതിൻ്റെ പേരിലും ഷായെയും യുഎസിനെയും ഓപ്പണായിട്ട് ഇൻസൾട്ട് ചെയ്തതിൻ്റെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പുള്ളി എക്സൈൽ ചെയ്യപ്പെട്ടു, നാട് കടത്തപ്പെട്ടു. പുള്ളിയോട് നാട് കടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ റവല്യൂഷൻ കുറച്ചുകൂടെ ശക്തമായി. അങ്ങനെ ഷാ വീണ്ടും പതിവ് പോലെ വിളിച്ചോടി. അപ്പോൾ വീണ്ടും അന്ന് ഷായെ കൊണ്ടുവന്ന പോലെ നമ്മുടെ ഖൊമൈനിയെ തിരിച്ചുകൊണ്ടും അദ്ദേഹം സുപ്രീം ലീഡർ ആവുന്നു. ഓവർനൈറ്റ് ഇറാൻ്റെ രൂപം മാറി. നമ്മൾ വെസ്റ്റേണൈസേഷൻ മൊത്തം എടുത്ത് കളഞ്ഞ് ശരിയാലോ ആക്കുന്നു. US ഇറാൻ ബന്ധങ്ങൾ വേഴ്സ് ആവുന്നു എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ കൂടെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ റവല്യൂഷൻ നടക്കുന്നത് ഇദ്ദേഹത്തെ ഖൊമൈനിയുടെ ഒരു സിംഗിൾ സംഘടന നടത്തുന്നതല്ല, ഒരുപാട് സംഘടനകൾ നടത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തന്നെ ഫ്രം ദ നെക്സ്റ്റ് ഡേ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും, കൂടുതലുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കൂടെ ഷെയർ ചെയ്തായിരിക്കും പവർ എന്നുള്ളതാണ്. അതൊന്നും നടന്നില്ല. ഖൊമൈനി ഒറ്റയ്ക്ക് തന്നെയാണ് ഭരിച്ചത്. അപ്പം പതുക്കെ ഇവിടെ കൂടെ വന്ന റവല്യൂഷണറി പാർട്ടീസിന് പോലും പതുക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അന്നത്തെ ലെഫ്റ്റിസ്റ്റ് ഗ്രൂപ്പ്, അതായത് MEK എന്നറിയപ്പെടുന്ന മുജാഹിദീൻ ഇ ഖൽഖ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആണ് മെയിനായിട്ട് ഒരു എതിർപ്പുണ്ടായിരുന്നത്. എതിർപ്പെന്ന് പറയാൻ ഈ റവല്യൂഷൻ നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഫോഴ്സ് അവരുടെ ആയിരുന്നു, ആളുകൾ ഇറങ്ങിയവരുടെയായിരുന്നു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മെനക്കെട്ട് നമുക്ക് പ്രത്യേകിച്ച് ഓളൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവർ പതുക്കെ അടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ അസാസിനേഷൻസ് തുടങ്ങി. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അവർ ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടി എന്ന ഇപ്പോൾ ഭരിക്കുന്ന സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് ബോംബ് ചെയ്തു. 11 പേരെ മറ്റേ മരിച്ചു. 1982 ആയപ്പോഴത്തേക്കും, ഇതൊക്കെ 80-81 സമയത്താണ് നടക്കുന്നത്. 82 ആയപ്പോഴത്തേക്കും ആയിരക്കണക്കിന് ആൾക്കാരെ ഖൊമൈനി ഇതിന് പകരമായിട്ട് കൊന്നു വന്നിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 88 ആയപ്പോഴത്തേക്കും ആ ഡെത്ത് കൗണ്ട് എന്ന് പറഞ്ഞാൽ 3000 തൊട്ട് 30,000 വരെ എന്നാണ്. അപ്പോൾ ഈ 3000 തൊട്ട് 30,000 വരെ എന്നൊക്കെ ഒരു വലിയ ഗ്യാപ്പ് ഈ എസ്റ്റിമേഷനിൽ വരുമ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ശരിക്കും അവിടുന്ന് ഇന്റർനാഷണൽ ഇൻഫർമേഷൻ അത്രയ്ക്ക് അവൈലബിൾ അല്ലെന്ന്, പബ്ലിക് റെക്കോർഡ്സ് ഒന്നും അങ്ങനെ കീപ്പ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ ജനതയെ പറ്റി ആലോചിച്ച് നോക്കിയാന്ന് വെച്ചാൽ ഒരു ഷായുടെ സമയത്ത് ഭയങ്കര അതോറിറ്റേറിയൻ ആയിരുന്ന ഒരു ഗവൺമെൻറ്റിനെ എടുത്ത് കളഞ്ഞു അവർ പീപ്പിൾസ് റവല്യൂഷനിലൂടെ കൊണ്ടുവന്ന നേതാവ് വീണ്ടും മറ്റൊരു തരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പിലേക്കാണ് പോയത്. അങ്ങനെ MEK എന്ന് മാത്രമല്ല, അന്ന് കൂടെ ഉണ്ടായിരുന്ന പല സംഘടനകളും, ഈ ടുദേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സോവിയറ്റ് ലീനിങ് പാർട്ടി ഉണ്ടായിരുന്നു, ലെഫ്റ്റ്, അവരെയും ഇത് പറഞ്ഞ പോലെ ഓരോ സോവിയറ്റ് സ്പൈകളാണെന്നുള്ള ആരോപിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം C. രവീന്ദ്രൻ്റെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, ഇങ്ങനത്തെ ഇസ്ലാമിക് റെജീംസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഊണ് ഇടതുപക്ഷത്തിലാണ്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഇതായിരിക്കണം. ഇനി US ഇസ്രായേലുമായിട്ടുള്ള ടേംസ് വളരെ മോശപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഈ 1979 അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇറാൻ ബേസിക്കലി ഒരു U-ടേൺ എടുത്തു. അതായത് ഇസ്രായേലും അമേരിക്കയായിട്ട് ബേസിക്കലി അത്യാവശ്യം നല്ല ടേംസിലായിരുന്നു ഷാ ഭരണകൂടമായിരുന്നപ്പോൾ. ടേംസ് മാത്രമല്ല, അമേരിക്കയുടെ അടിമ തന്നെയാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പപ്പറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ പുതിയ ലീഡർഷിപ്പിനെ സംബന്ധിച്ച്, ഖൊമൈനിയെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു അറബ് മണ്ണിൽ വന്ന ഒരു പാശ്ചാത്യ വേഷമാണ്. US അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെസ്റ്റേണൈസറാണ്. ആദ്യം തന്നെ ഇസ്രായേലിൻ്റെ എംബസി അവർ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ PLOയ്ക്ക് വിട്ടുകൊടുത്തു. ഇസ്രായേലുമായിട്ടുള്ള ടേംസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇറാനിയൻ സ്റ്റുഡൻസ് US എംബസി സ്റ്റോം ചെയ്തു. US എംബസി കയ്യേറി അവിടുന്ന് 52 പേരെ 444 ദിവസം ഹോസ്റ്റേജ് ആക്കി വെച്ചു. അപ്പോൾ US-ആയിട്ട് ടേംസും മോശമായി. ഈ അങ്ങനെ US ഇസ്രായേലുമായിട്ട് ചെന്ന് കയറിയ ഉടനെ
ഇപ്പം എന്താ പറയുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ വള്ളി പിടിക്കാൻ മാത്രം ഇറാൻ അന്ന് ബലം ഉണ്ടായിരുന്നു എന്നുള്ളത് അവരവർ അന്ന് ആലോചിക്കേണ്ട കേസായിരുന്നു. അതുകൊണ്ട് പിന്നെ 1980 ആയപ്പോഴത്തേക്കും സദ്ദാം ഹുസൈൻ ഇറാഖിൽ നിന്ന് ഇൻവേഡ് ചെയ്തു. പ്രിസമബിളി ഒരു സുന്നി ഷിയ. അന്ന് ഇറാൻ ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ല. US തിരിഞ്ഞ് നോക്കിയില്ല, ഇസ്രായേൽ തിരിഞ്ഞ് നോക്കിയില്ല, ചുറ്റുമുള്ള ആരും അദ്ദേഹത്തിന് ഹെൽപ്പും കാര്യം. കാരണം ഒരു റവല്യൂഷണറി റിപ്പബ്ലിക്കിന് കിട്ടാവുന്ന ഹെൽപ്പ് വളരെ ലിമിറ്റാണ്. ഒരു റിസ്കി അലയൻസ് ആണ് അത്. അതുകൊണ്ട് ആരും അത് എടുക്കത്തില്ല. 8 വർഷമായി യുദ്ധം നീണ്ടു നിന്നു. ഇറാൻ ഒരുപാട് നശിച്ചു. അപ്പം അന്ന് ആ രാജ്യം തീരുമാനിച്ചു, അതായത് നമുക്ക് പുറത്തുനിന്നൊരു ഹെൽപ്പ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തിരിച്ചറിവോടുകൂടി 2 തീരുമാനങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഷാ ഒരു സമയത്ത് തുടങ്ങി ഉപേക്ഷിച്ച ന്യൂക്ലിയർ പ്രോഗ്രാം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമെന്നും. രണ്ടാമത്തേത്, നമുക്ക് നേരിട്ട് എവിടെയും ഇറങ്ങാതെ പ്രോക്സികൾക്ക് ഫണ്ട് കൊടുത്ത് അവരെയൊക്കെ നമുക്ക് നമ്മുടെ ശത്രുക്കളെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പ്രോക്സികൾ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായ പ്രോക്സികളുടെ അതിൽ കൂടുതലാണ് ഈ ഹെസ്ബുള്ള, ഹൂത്തീസ്, ഹമാസ് ഒക്കെ. അപ്പം പ്രോക്സികളുടെ കഥ പറയാനാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ്റെ കഥ പറയാം. ഷോർട്ടാക്കിയായിരിക്കും പറയുന്നത്. കാരണം ഇതിന് റെലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു സബ് ഇഷ്യൂ ആയിട്ട് നമ്മുടെ പാലസ്തീനിൽ ഗാസയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതും കൂടെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ഹെസ്ബുള്ളയുടെ കഥ പറയാം. ഹെസ്ബുള്ള ഇവിടെ കശ്മീർ ബനേക ഹെസ്ബുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നായിരുന്നു കാശ്മീർ, ലക്നൗ ഒക്കെ. അപ്പോൾ അത് ഇന്ത്യൻ റിയാക്ഷൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി സംസാരിക്കാം. ഹെസ്ബുള്ള ലെബനോനിലാണ് ഉണ്ടായത്. 1948 ഇസ്രായേൽ മായിട്ടുള്ള ആദ്യത്തെ അറബ് യുദ്ധം എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ യുദ്ധം കഴിഞ്ഞ് പിന്നെ ലെബനോനുമായിട്ട് ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സമാധാനപരമായിട്ട് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന സോഴ്സ് പറഞ്ഞാൽ അവിടുത്തെ സോൾജേഴ്സ്, ആ ബോർഡറിലെ സോൾജേഴ്സ് യാതൊരു പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിട്ട് അവിടുത്തെ ഷോപ്സ് വിസിറ്റ് ചെയ്യാനും അവിടെയുള്ള കൂട്ടുകാരെ കാണാനൊക്കെ അങ്ങോട്ട് കാൽനടയായിട്ട് പോകുമായിരുന്നു. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിരുന്നാണ് പറയുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് ജോർഡൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ജോർഡൻ രാജാവിനെ അട്ടിമറിക്കാൻ അന്നത്തെ PLO ശ്രമിച്ചു. അതായത് നേരത്തെ പറയാം, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പക്ഷേ ജോർഡൻ രാജാവ് അത്യാവശ്യം ശക്തനായ നേതാവായിരുന്നു. അദ്ദേഹം ചവിട്ടി പുറത്താക്കി നേരെ പറഞ്ഞ് നിന്ന് വീഴുന്നത് സൗത്ത് ലെബനോണിലാണ്. ലെബനോൺ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല തീരെ തന്നെ മിലിറ്ററി സ്ട്രെങ്ത് ഇല്ലാത്തൊരു രാജ്യമാണ്. അങ്ങനെ ലെബനോൺ സെൻറ്റർ ആക്കിക്കൊണ്ട് അവർ പതുക്കെ ഇസ്രായേലിനെ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. 1982 വരെ അത് ഓൾമോസ്റ്റ് 12 വർഷത്തോളം ഇത് അങ്ങനെ മുമ്പോട്ട് പോയി. 82 ആയപ്പോഴത്തേക്ക് ഇസ്രായേൽ ഒരു ഫുൾ സ്കെയിൽ ഇൻവേഷൻ നടത്തിയത്തേക്ക് ലെബനോൺ. അപ്പോൾ അതുവരെ ലെബനോൺ എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട് ആയ രാജ്യമാണ്, അല്ലെങ്കിൽ ഹാംലെസ് ആയ രാജ്യമാണ്. പക്ഷേ അന്നൊരു കൺസർവേഷൻ കൊടുക്കും. പക്ഷേ അത് ശല്യം കൂടിയപ്പോഴത്തേക്കും പക്ഷേ ആ ഇൻവേഷൻ കാര്യം നടത്തിയിട്ട് തിരിച്ചു വരിക എന്നുള്ള ഉദ്ദേശം നടന്നില്ല. ഒരു പൊളിറ്റിക്കൽ ക്വാക്ക്മയർ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ക്വാക്ക്മയർ ഉണ്ടായി എന്നാണ് ഇതിൻ്റെ ഒരു പറയുക. അതായത് ഇവർ അവിടെ ഒരു സെക്യൂരിറ്റി സോൺ തീർത്ത് അവിടുത്തെ സോൾജേഴ്സ് അവിടെ തന്നെ താമസമാക്കി തുടങ്ങി. അപ്പോൾ അതുവരെ ഇസ്രായേലി സോൾജേഴ്സിനെ വളരെ PLOയുടെ ശല്യം കാരണം വളരെ എന്താ പറയുക, ഒരു ആശ്വാസമായിട്ട് ഇസ്രായേലി സോൾജേഴ്സിനെ കണ്ട അവിടുത്തെ ഷിയ ആൾക്കാർ, അതല്ല ലെബനോണിലെ ഷിയ മുസ്ലിംസിന് അതൊരു ശല്യമായി. കാരണം ഇവർ പോകുന്നില്ല. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ദീനദയാലുവായ ഇറാൻ കാണുന്നു. അപ്പോൾ ഒരു ഷിയ കൺട്രിയാണ്. അപ്പോൾ അതിനോടുള്ള എംപത്തിയും കൂടെ ഉണ്ട്. ഇവർക്ക് മൊബിലൈസ് ആവാനുള്ള വെപ്പൺസ് ആൻഡ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇറാൻ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഒരു ഷിയ ഓർഗനൈസേഷനാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇറാനുമായിട്ട് ഏറ്റവും ഡയറക്റ്റ് ലിങ്കുള്ള പ്രോക്സി ഹെസ്ബുള്ള ആയിരിക്കാം. താഴോട്ട് വരുമ്പോൾ യമനിൽ ഹൂത്തീസ് എന്ന് പറഞ്ഞൊരു, അത് ആക്ച്വലി ഒരു ട്രൈബൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഈ ട്രൈബൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സൗദിക്കെതിരെ പ്രശ്നമായി തുടങ്ങിയപ്പോഴത്തേക്കും, സൗദി ഇറാനിൻ്റെ മറ്റൊരു റൈവൽ ആണ്. അതുകൊണ്ട് ഒരു കോമൺ എനിമി കണ്ടു എന്നുള്ള നിലയ്ക്ക് ഹൂത്തീസിനെ സപ്പോർട്ട് വെപ്പൺസ് ആൻഡ് ഫണ്ടിങ് കൊടുത്തു തുടങ്ങി. ഹമാസ് ആൻഡ് ഇസ്ലാമിക് ജിഹാദ്, ഈ 2 ഓർഗനൈസേഷനും പാലസ്തീൻ ഇതിലുള്ളതാണ്. ഇസ്ലാമിക് ജിഹാദ് കുറച്ച് നേരത്തെ തൊട്ട് തന്നെ ഇറാൻ്റെ ഡയറക്റ്റ് ബന്ധമുള്ളതാണെങ്കിലും ഹമാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് പറയുന്നത്.
അപ്പോൾ ഇസ്രായേലിന് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ഹമാസ് തീവ്രവാദികളെ അല്ലെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ ലെബനോണിലേക്ക് അവർ കയറ്റിവിട്ടു. നാടുക ചെന്ന് കയറുന്നത് അവിടെ ഹെസ്ബോളയുടെ ഭാഗം. അപ്പം ഞാൻ വായിച്ച ആർട്ടിക്കിൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ള അവരെ കണ്ട് അവരുമായിട്ട് എംപതൈസ് ചെയ്ത് അവരുടെ വെപ്പൺസും സ്യൂസൈഡ് വെസ്റ്റുകളും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. കുലത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ ഹമാസ് ഇറാനും തമ്മിൽ അത്ര ഡയറക്റ്റ് അല്ലാത്ത ഒരു ബന്ധം ഉണ്ടാകുന്നു. അങ്ങനെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് മറ്റൊരു ബോക്സ്. സിറിയയിൽ ഇതുപോലെ ഫത്തേമിയോൻ സൈനാബിയോൻ എന്ന് പറഞ്ഞിട്ട് 2 സംഘടനകൾ ഉണ്ടാക്കി. അത് സിറിയൻ സിവിൽ വാർ നടന്നു. അതിൽ അവിടുത്തെ സിറിയൻ ഹെഡായിരുന്ന ബഷാർ അൽ അസാദിനെ രക്ഷിക്കേണ്ടത് ഇറാൻ്റെ ഒരു ആവശ്യമായിരുന്നു. അവിടെ ഫുഡ് സോൾജേഴ്സിനാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇത് 2 സുന്നി കൺട്രീസാണ്. അപ്പം അവിടെ നിന്ന് വന്ന ഷിയ റെഫ്യൂജീസിനെ ലോട് അവർക്ക് ഫണ്ടും പറഞ്ഞു ഇവിടെ ട്രെയിനിങ്ങും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കൊടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്തുണ്ടാക്കിയതാണ് ഈ 2 പ്രോക്സീസ്. അങ്ങനെ പലയിടത്തും പല തരത്തിൽ പല ശത്രുക്കൾക്ക് വേണ്ടി പല പല പ്രോക്സികളിലൂടെ, അതായത് ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഒരു വെടി പോലും വെക്കേണ്ടി വരരുത് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പ്രോക്സി ഇൻഡിഫക്റ്റ് വളർത്തിയെടുത്തു. അപ്പോൾ ഇത് പറയുമ്പോഴും പ്രോക്സികളുടെ കാര്യത്തിലെ ഇത് പറയുമ്പോഴും നമ്മൾ 2 കാര്യം ആലോചിക്കണം. ഒന്ന്, ഇതൊരു ബിഗർ പിക്ചർ കാണുമ്പോഴത്തേക്കും ഇസ്രായേലിന് അവിടെ നിന്ന് അറ്റാക്ക് വരുന്നു, അവരെ സപ്രസ് ചെയ്യുന്നു, ഇറാൻ അവരുടെ പൊളിറ്റിക്കൽ സൈഡിന് വേണ്ടി ഇപ്പോഴത്തെ സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിടാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പട്ടാളക്കാർ വന്ന് അവിടെ നിന്ന് ഇവിടുന്ന് അടിച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ട് അറിയിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഇവരൊക്കെ അന്ന് അനുഭവിക്കുന്നുണ്ട്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഞാനത് ചെറുത് ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ബിഗർ പിക്ചർ നേഷൻസ് എന്നുള്ള വാർ പറയുമ്പോഴത്തേക്കും ആ രീതിക്ക് പറയുന്നുള്ളത്. അപ്പം ഈ പ്രോക്സികളുടെ ഇതും പിന്നെ ഇസ്രായേൽ നേരത്തെ പറഞ്ഞ അറബ് രാജ്യങ്ങളുമായിട്ടും ഒക്കെ യുദ്ധങ്ങൾ പാരലായിട്ട് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവരൊക്കെ സ്ട്രെച്ച്ഡ് തിന്നാണ്. അപ്പം 88 ഇറാഖ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്ലാൻ, അതായത് പണ്ട് ഷാ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ന്യൂക്ലിയർ പ്ലാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അന്ന് പാകിസ്ഥാൻ്റെ AQ ഖാൻ എന്ന് പറയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റും നോർത്ത് കൊറിയയും ഒക്കെ അവർക്ക് ഹെൽപ്പായിരുന്നു. സീക്രട്ടായിട്ടോ, മറ്റു രാജ്യങ്ങളെ അറിയിക്കാതെ തന്നെയാണ്. അപ്പം നേരത്തെ പറഞ്ഞില്ല, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ആരുടെ ഒരു ആലൈസ് നമുക്ക് ഉണ്ടാവില്ല എന്നൊരു പൂർണ്ണമായ ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞു. 2002 ഇറാനിയൻ ഡിസിഡൻസ്, ഇറാനിയൻ ദേശദ്രോഹികൾ ബേസിക്കലി അവരുടെ ദേശത്തിനെ ദ്രോഹിച്ചോ, ഞാനവരെ വിളിക്കില്ല കേട്ടോ. അപ്പോൾ അവർ പുറത്തു വന്ന ഇൻഫർമേഷൻ കൊടുത്തു. അതായത് ഇറാൻ അങ്ങനെ എനർജിക്ക് വേണ്ടി മാത്രമല്ല യുറാൻ എൻറിച്ച് ചെയ്യുന്നുണ്ട്. എൻറിച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ 3.6% അങ്ങനെ എന്തോ ആണ് ഈ നമുക്ക് എനർജി യൂസിന് വേണ്ടി ആവശ്യമായ എൻറിച്ച്മെൻറ്റ് ഓഫ് യുറേനിയം എന്ന് പറയുന്നത്. 90% ആണ് വെപ്പണൈസ്ഡ് യുറേനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കൂടുതൽ എൻറിച്ച് ചെയ്യുന്നുണ്ട് എന്ന്, എനർജിക്ക് വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത് ഈ ഇറാനിയൻ ഡിസിഡൻസ് അവർക്ക് മലപ്പുറത്തേക്ക് ഇൻഫർമേഷൻ വിടുന്നു. അങ്ങനെ ആ ന്യൂസ് പുറത്തു വന്ന് അങ്ങനെ അൺഓത്തറൈസ്ഡ് ആയിട്ട് ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം UN ഇടപെട്ട് 2006 തൊട്ട് 2010 വരെ ഒരുപാട് സാങ്ഷൻസ് ഇറാനെതിരെ ഏർപ്പെടുത്തി. നമ്മുടെ റഷ്യ യുക്രൈൻ കേസിൽ വന്ന പോലെ തന്നെ ഒരുപാട് സാങ്ഷൻസ്, അതായത് ഇറാനിയൻ ഓയിൽ മറ്റ് രാജ്യങ്ങൾ മേടിക്കാതിരിക്കുക, ഫൈനാൻഷ്യൽ സർവീസസ്, വേൾഡ് ബാങ്ക് ഒക്കെ ആയിട്ടുള്ള ഡീലിങ്സ്, ട്രേഡ് നിർത്തി. ബേസിക്കലി ഒരു എക്കോണമിക് ജയിലിൽ ഇട്ടു എന്ന് പറയാം. 2010 ഇസ്രായേലുമായിട്ടൊരു ഷാഡോ വാർ തുടങ്ങി. സൈബർ അറ്റാക്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ആയിരുന്നു ഇറാൻ. കാരണം ആ സമയത്തിനുള്ളിൽ പലതവണ ഇറാനിയൻ ലീഡേഴ്സ് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവസരം കിട്ടിയാൽ ഇറാനെ വൈപ്പ് ഇസ്രായേൽ ഓഫ് ദ ഫേസ് ഓഫ് ദ മാപ്പ്. അപ്പം അതൊരു ട്രാൻസ്ലിട്രേഷനാണ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാജ്യം ന്യൂക്ലിയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവരുടെ ഭയം. അപ്പം അവർ ഒരു ഷാഡോ വാർ സ്റ്റാർട്ട് ചെയ്തു. ഷാഡോ വാർ എന്ന് പറഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് സൈബർ അറ്റാക്സ് വഴി ഇമ്മൊബിലൈസ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾ, അസാസിനേഷൻസ്, അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് പലരും കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ പറഞ്ഞ ഒരു ബേസിക്കലി ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള ഷാഡോ വാർ ഒരുപാട് നാളായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഹെസ്ബോളയ്ക്കെതിരെ ഒരു ഭയങ്കര പ്ലാൻഡ് മൊസാദ് ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ടാക്കുന്ന ഒരു പ്രോക്സി കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയിലൂടെ അവരിലേക്ക് പേജറും
വോക്കി ടോക്കീസൊക്കെ എത്തിച്ച് 2 ദിവസം കൊണ്ട് ആദ്യത്തെ ദിവസം കുറേ പേജേഴ്സ് കൊടുത്തുവച്ച് കുറേ പേർക്ക് ഇഞ്ചുറിയും കുറേ പേര് മരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം വോക്കി ടോക്കീസ് പൊട്ടിത്തെറിച്ച് ഒരുപാട് പേര് മരിച്ചു. അപ്പോഴത്തേക്കും അങ്ങനെ ഹെസ്ബുള്ളയുടെ ലീഡർഷിപ്പ് ഒരു സ്ഥലത്ത് പോയി, ബെയ്റൂട്ടിലോ മറ്റോ, ബെയ്റൂട്ടിലാണ്, സ്ഥലം ഓർമ്മയില്ല, ഒത്തുകൂടുന്നു. ആ ഒത്തുകൂടുന്ന സ്ഥലം ട്രാക്ക് ചെയ്ത് ഈ ഹെസ്ബുള്ളയുടെ ലീഡർ ഉൾപ്പെടെ കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഈ സമയത്ത് ഇസ്രായേൽ നടത്തുന്നുണ്ട്, ഷാഡോ വാറിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ. അങ്ങനെ ഈ ഷാഡോ വാറിൻ്റെ സമയത്ത് ഇറാന് കുറച്ചുകൂടെ വാശി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പീഡാക്കണം ഡെവലപ്മെന്റ് നോക്കി. ഈ യുറേനിയം എൻറിച്ച്മെന്റ് 20% എത്തി. അതൊരു വളരെ സീരിയസ് നമ്പറാണ്. 2015 ആയപ്പോഴത്തേക്കും JCPOA, അതായത് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും ഇപ്പോഴത്തെ യുദ്ധത്തിലേക്കുള്ള ആക്ച്വൽ പ്രോഗ്രസ് നടക്കുന്നത്. അതായത് ഈ സാങ്ഷൻസ് കാരണം എക്കോണമിക്ക് ഭയങ്കരമായിട്ട് ഇറാൻ തകർന്നു. അപ്പോൾ അവർ ഈ പറഞ്ഞ അഗ്രിമെന്റ് ഒപ്പിട്ടു. അതായത് 98% ഓഫ് എൻറിച്ച്ഡ് യുറേനിയം മറ്റു രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ ഒരു അറാക്ക് എന്ന് പറഞ്ഞ റിയാക്ടർ കോർ അവർ സിമെന്റ് ഒഴിച്ച് മൂടി പ്രവർത്തനരഹിതമാക്കി. അതിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിലുള്ള ഓയിൽ ആൻഡ് ബാങ്കിങ് സാങ്ഷൻസും പിന്നെ കുറച്ച് ഫ്രോസൺ അസറ്റ്സും ഒക്കെ വിട്ടുതരിക എന്നുള്ളതായിരുന്നു. 2018 ഈ സാങ്ഷൻ, ഈ ഒരു അഗ്രിമെന്റ് ഒപ്പിട്ട രാജ്യങ്ങളൊന്നും US നിന്ന് പിന്മാറി. ട്രംപാണ് ചെയ്തത്. അതിന് പുള്ളിക്കാരൻ പറഞ്ഞ കാരണമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ അവരുടെ മുകളിൽ ന്യൂക്ലിയർ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് 10-15 വർഷത്തേക്ക്, സൺസെറ്റ് ക്ലോസസ് എന്ന് പറയാം, അതായത് ഇത് തീരും, അസ്തമിക്കും. അങ്ങനെ ഒരു 10-15 വർഷത്തേക്ക് നമ്മൾ അവർക്ക് ഫണ്ട് കൊടുത്തു പറയാം, എന്തായാലും എന്താ പറയുക, ട്രേഡിങ് റീഇൻസ്റ്റേറ്റ് ചെയ്തല്ലോ. അങ്ങനെ ഫണ്ടും കൊടുത്ത് അവരെ വളർത്തിയിട്ട് 10-15 വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും ഇതിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം നടക്കത്തില്ല എന്നുള്ളത് ഒരു സൈഡ്. 2, ഇസ്രായേലി ഇൻ്റലിജൻസ് ഒരു ഓൾറെഡി അഗ്രിമെൻറ്റിന് അവർ എതിരായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവർക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റാണ്, അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും. മാത്രമല്ല അവരുടെ ഇൻ്റലിജൻസ് ഒരു അറ്റോമിക് ആർക്കൈവ്, ഓൾമോസ്റ്റ് 100,000 ഫയൽസ്, 100,000 ഫയൽസ് ഉള്ള ഒരു ആർക്കൈവ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നു. അതിൽ ഇറാന് സീക്രട്ടായിട്ട് 5 ന്യൂക്ലിയർ വാർഹെഡ്സ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ഇൻഫർമേഷൻ. നമുക്ക് വെരിഫൈ ചെയ്യാൻ മാർഗമൊന്നുമില്ല, പക്ഷേ അതാണ് കഥ. പിന്നെ $100 ബില്യൺ, നേരത്തെ ഫ്രോസൺ അസറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, $100 ബില്യൺ അസറ്റ്സ് ഇറാന് കിട്ടി. അത് അവർ ഈ പറയുന്ന പ്രോക്സികൾക്ക് ഫണ്ട് ചെയ്യാനാണ് കൂടുതൽ ഉപയോഗം, അവരുടെ എക്കോണമിക്ക് വേണ്ടി അല്ല വർക്ക് ചെയ്യുന്നത്. ഈ 3 സാധനങ്ങളും ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള അതാണെന്ന് പറഞ്ഞ് US പിന്മാറി. 2021 ആയപ്പോഴത്തേക്കും എന്തായാലും ഡീലില്ല. എന്നാൽ US അവരുടെ സാങ്ഷൻസ് വീണ്ടും ഏർപ്പെടുത്തി. അപ്പോൾ ഇറാന് എക്കണോമിക് ബെനിഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ വീണ്ടും ഈ പറഞ്ഞ ട്രിപ്പിൾ സ്റ്റാർട്ട് ചെയ്തു, ഒഫീഷ്യലായിട്ട് തന്നെ 60% ആക്കി. 60% എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ന്യൂക്ലിയർ ബ്രേക്ക്ഔട്ടിന് വളരെ ക്ലോസ് ആണ്. ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം ഞങ്ങൾ ന്യൂക്ലിയർ വാർ കേപ്പബിൾ ആണെന്ന് പറയുന്നത് ബ്രേക്ക്ഔട്ട്. വളരെ ക്ലോസ് ആയി. 2025 IAEA എന്ന് പറഞ്ഞ നമ്മുടെ അറ്റോമിക് ഇതിൻ്റെ റെഗുലേഷൻസ് ഏജൻസി, അവർ ഇറാൻ ഒരു തേർഡ്, ആദ്യം ഉണ്ടായിരുന്ന കൂടാതെ 3ാമതൊരു എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയും കൂടെ ബിൽഡ് ചെയ്തു എന്ന് അവർ കണ്ടുപിടിച്ചു, അവർ റിപ്പോർട്ട് ചെയ്തു. അത് ജൂൺ 2025, ജൂലൈ ആയപ്പോൾ നെക്സ്റ്റ് മാസം UN എല്ലാ ഒഫീഷ്യൽസിനെയും ഇറാൻ കിക്ക് ഔട്ട് ചെയ്തു, പുറത്തു പറഞ്ഞു. ഇനി ഇൻസ്പെക്ഷൻ ഒന്നും വേണ്ട, നമ്മൾ ഇഷ്ടമുള്ള ചെയ്യും. സെപ്റ്റംബർ 2025 ആയപ്പോഴത്തേക്കും യൂറോപ്യൻ പവേഴ്സ് എല്ലാ അത് കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇറാൻ ഉണ്ടായിരുന്ന എല്ലാ സാങ്ഷൻസും തിരിച്ചു കൊണ്ടുവന്നു. 2026 സ്റ്റാർട്ടിങ്ങിൽ ന്യൂസ് പറയും, ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ് പുറത്തു വന്നു. അതായത് ഇറാനിൻ്റെ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ ബ്രേക്ക്ഔട്ട് ടൈം എന്ന് പറഞ്ഞാൽ 10 ദിവസം, 7 തൊട്ട് 10 ദിവസങ്ങൾ വരെ ബാക്കി വന്നു എന്ന് പറഞ്ഞു. ഇവിടെ വരെ എത്തി നിൽക്കുന്ന സിറ്റുവേഷൻ. പിന്നെ വീണ്ടും സംസാരങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു ഇതുണ്ട്, ലൈക്ക് ഇറാൻ എല്ലാത്തിനും കീഴടങ്ങാൻ റെഡിയായിരുന്നു എന്നുള്ളൊരു കേസ്. പക്ഷേ ദ ന്യൂസ് കെയിം ഔട്ട് ദാറ്റ് 7 to 10 ഡേയ്സിൻ്റെ സമയമുള്ളൂ, ബാക്കി അവർ ഇൻട്രസ്റ്റഡ് ആണ്, ലൈക്ക് 90% എത്താം. അങ്ങനെയൊക്കെയാണ് ഫെബ്രുവരി 28 ഓപ്പറേഷൻ എപ്പിക്യൂറി എന്ന പേരിൽ മൾട്ടിപ്പിൾ സ്ഥലത്ത് US ഇസ്രായേൽ ഒരു മിശ്രിത ആക്രമണം നടത്തുന്നു. ഇറാൻ്റെ സുപ്രീം ലീഡർ കൊല്ലപ്പെടുന്നു. അത് ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതാണ് കഥ. ഇതിനകത്ത് ഒരു ഭാഗത്ത് ശരി, ഒരു ഭാഗത്ത് തെറ്റെന്ന് ഒറ്റയടിക്ക് പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരുടേതായ കാര്യങ്ങളിൽ അത്ര ക്ലിയർ ഒന്നുമല്ല. അപ്പോൾ നമ്മളിവിടുന്ന് ഒരുപാട് സൈഡ് പിടിക്കുന്നുണ്ട്, ഇന്ത്യ അത് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം
ഇന്ത്യയുടെ സൈഡിനെ പറ്റി നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ സംസാരിക്കാം. ഇതാണ് ഇറാൻ ഇസ്രായേൽ കഥ തൽക്കാലം ഇതുവരെ.